ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ എക്കോ വാലി എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രാമ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒന്ന് രണ്ട് ടെസ്റ്റുകൾ എന്തായാലും ഈ ഒരു മൂവിയിലുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ ഈ ഒരു മൂവി കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സാധാരണ അമ്മയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്നെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിച്ചിരുന്ന ഒരു മൂവിയാണിത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ തുടക്കത്തിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള കേറ്റിനെയാണ് കാണിക്കുന്നത്. കേറ്റ് ഒരു കുതിര ഫാം നടത്തുന്ന ഒരു സ്ത്രീയാണ്. ഇപ്പൊ അവൾക്ക് ജീവിക്കാനായിട്ടുള്ള ഒരേ ഒരു മാർഗം ഇത് മാത്രമാണ്. കാരണം അവളുടെ ഭർത്താവ് ഡിവോഴ്സ് ചെയ്തു പോയി. അതേപോലെ തന്നെ ഒരു മകളുണ്ട്. അവളാണെങ്കിൽ കറങ്ങി നടക്കാണ്. ഇപ്പൊ തന്റെ ഫാമിലുള്ള ആ ഒരു കുതിരകളെ വെച്ച് മറ്റുള്ളവർക്ക് ഈ ഒരു കുതിര ഓടിക്കാനുള്ള ട്രെയിനിങ്ങും അവൾ കൊടുക്കുന്നുണ്ട്. അതിലൂടെയുള്ള പണം വെച്ചിട്ടാണ് അവൾ ജീവിക്കുന്നത്. അങ്ങനെ ഈ ഒരു രീതിയിൽ കേറ്റിന്റെ ജീവിതം പോകുന്നതും പെട്ടെന്നൊരു ദിവസം അവളുടെ കുതിര ഫാമിന്റെ ആ ഒരു ജോലിയും കാര്യങ്ങളും അതേപോലെ തന്നെ ഫാമിലെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് അവൾക്ക് കുറച്ച് പണം ആവശ്യമായിട്ട് വരും. അങ്ങനെ ഡിവോഴ്സ് ചെയ്തു പോയ തന്റെ ഭർത്താവിനെ കാണാൻ വേണ്ടി അയാളുടെ കയ്യിൽ നിന്നും കുറച്ച് പണം വാങ്ങാൻ വേണ്ടിയിട്ടും ആ ഒരു ഭർത്താവിന്റെ അടുത്തേക്ക് ചെന്ന് അവൾ പണം ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, നമ്മൾ ഡിവോഴ്സ് ചെയ്യുന്ന ആ ഒരു ദിവസം തന്നെ ഇതിനെ പറ്റിയെല്ലാം നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പൊ കേറ്റ് പറയും, പക്ഷെ എനിക്ക് വേറെ വഴിയില്ല എന്ന് പറയുമ്പോൾ അവളുടെ ഭർത്താവ് പറയും, ക്ലെയർ ഇല്ലേ, അവള് എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കാണാൻ വരുന്നുണ്ട്, വേറെന്തിനാ വെറുതെ പണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേറ്റ് പറയും, പക്ഷെ അവള് നമ്മുടെ മകളല്ലേ, അവളെ നോക്കണേ നമ്മളല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ അവൾ ഒരിക്കലും നല്ല രീതിയിലല്ല വളരുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ചെക്ക് കേറ്റിന് എഴുതി കൊടുത്ത് കേറ്റ് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്ന് തന്റെ ഫാമിലി നിൽക്കുമ്പോഴത്തേക്കാണ് അവരുടെ നായ വീടിനകത്തേക്ക് ഓടിക്കായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ കേറ്റിനൊരു കാര്യം മനസ്സിലായി, തന്റെ മകള് ക്ലെയർ വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ക്ലെയർ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ക്ലെയർ മറ്റൊരിടത്ത് നിന്നാണ് പഠിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അവൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരും. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ രണ്ടുപേരും പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അത് കഴിഞ്ഞ് നമ്മുടെ ക്ലെയറിനെ കൊണ്ടുവന്നിട്ട് ആ ഒരു കുതിരയുടെ മുകളിലിരുത്തി അവരുടെ ഫാമിലി മുഴുവനായിട്ട് ഇങ്ങനെ ഓടിക്കുന്നു. അങ്ങനെ ഈ ഒരു അമ്മയും മകളും അവരുടെ രണ്ടുപേരുടെ ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, ആ ഒരു കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കാണ് ഈ ഡോറിൽ ആരോ ഒന്ന് തട്ടുന്ന ശബ്ദം. ക്ലെയർ പെട്ടെന്ന് വെളിയിലേക്ക് വന്ന് ഡോർ തുറക്കുമ്പോൾ ഈ കണ്ണിന് പരിക്ക് പറ്റി ഒരുത്തം വന്നിട്ട് ക്ലെയറിനോട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അത് നീയാണ് എടുത്തതെന്ന് എനിക്കറിയാം, ജാക്കിയോട് ഞാൻ അത് പറഞ്ഞു എന്നെല്ലാം പറയുമ്പോൾ ക്ലെയർ പറയും, നീ എന്തിനാ അവനോട് അത് പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും വഴക്കിടുന്നുണ്ട്. അപ്പൊ ഈ ഒരു ശബ്ദം കേട്ട് കേറ്റ് അവിടേക്ക് വന്നിട്ട്, അല്ല ഇതാരാ, എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഇല്ലമ്മ ഇതെന്റെ ഒരു ഫ്രണ്ടാണ്, ഞാൻ ഇപ്പോൾ വരാന്ന് പറഞ്ഞിട്ട് അവള് പെട്ടെന്ന് അവനോടൊപ്പം കാറിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവും. കേറ്റിനോടൊന്നും പറയത്തില്ല. അപ്പൊ അന്ന് രാത്രി മുഴുവനായിട്ട് കേറ്റ് തന്റെ മകള് തിരിച്ചു വരാൻ വേണ്ടി ഇങ്ങനെ ഉറക്കമില്ലാതെ കിടക്കുമ്പോഴത്തേക്കും ഡോറിനടുത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അങ്ങനെ കേറ്റ് താഴേക്ക് വന്ന് ഡോർ തുറന്ന് നോക്കുമ്പോൾ കിളി പോയ അവസ്ഥയിൽ ക്ലെയർ അവിടെ ഇരിക്കുകയാണ്. അവള് നല്ല ഉറക്കം. അങ്ങനെ അവളെ പൊക്കിയെടുത്ത് നേരെ റൂമിലേക്ക് കൊണ്ടുവന്ന് കിടത്തി. ഇപ്പൊ ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഇവരൊരു ബീച്ചിലേക്ക് വന്നിരിക്കുമ്പോൾ ക്ലെയറിനോട് ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് കേറ്റ് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾ അതിനൊന്നും പിടികൊടുക്കാതെ നേരെ കുളിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് വെള്ളത്തിലേക്ക് ഇറങ്ങാണ്. അങ്ങനെ കേറ്റും അവളോടൊപ്പം ആ ഒരു വെള്ളത്തിലിറങ്ങി അവളോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോഴും അവൾ അതിനൊന്നും തയ്യാറല്ല. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ വീട്ടിൽ കാണിക്കുമ്പോൾ ക്ലെയർ ആ ഒരു വീടിന് വെളിയിൽ ഇങ്ങനെ കിടന്ന് പാട്ടെല്ലാം കേൾക്കാണ്. അപ്പോഴേക്കാണ് അവളുടെ അടുത്തേക്ക് വേറൊരുത്തൻ ഇങ്ങനെ വന്നിട്ട് അവളെ കണ്ടതും ഹേയ് എങ്ങനെയുണ്ട് എന്തെല്ലാം ചോദിക്കുമ്പോൾ അവൾ സാധാരണയായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവൻ പറയും, ഓക്കെ നീ എന്നെ നോക്കുന്ന രീതി എനിക്ക് നല്ല ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവൾ പറയും, ഞാനൊരിക്കലും നിന്നെ ആ ഒരു രീതിയിൽ നോക്കിയിട്ടില്ല എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന അവനെ അതത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അവൻ അവളോട് ചോദിക്കും, ഓക്കെ ആ ഒരു സാധനോടെ അത് നീ എടുത്തെന്ന് എനിക്ക് അറിയാന്ന് പറയുമ്പോൾ ക്ലെയർ പറയും, ഇല്ല ഞാനത് എടുത്തില്ല, ഞാനത് വലിച്ചെറിയുമായിരുന്നെന്ന് പറയുന്നതും ഇവന് ദേഷ്യം വന്ന് അവളെ ചവിട്ടി താഴെക്കിടും. അതുമല്ല കാറിലാണെങ്കിൽ ക്ലെയറിന്റെ കാമുകനായിട്ടുള്ള റയാൻ ഇരിപ്പുണ്ട്. അവനാണ് ഇന്നലെ രാത്രി അവിടെ വന്നിട്ട് അവളെ കൊണ്ടുപോയത്. അപ്പൊ അവൻ പെട്ടെന്ന് ഇറങ്ങി വന്ന് ഹേയ് ജാക്ക് ഒന്നും ചെയ്യരുത് എന്നും പറഞ്ഞ് ഇവിടെ അടുത്തേക്ക് വരുമ്പോൾ ഇവൻ രണ്ടുപേരെ നല്ലതുപോലെ ഉപദ്രവിക്കുന്നുണ്ട്. ക്ലെയറിനാണെങ്കിലും നല്ലതുപോലെ ചവിട്ടും. അവൾ അപ്പോഴും പറയുന്നുണ്ട് ഞാനത് വലിച്ചെറിഞ്ഞതാണെന്നല്ല. പക്ഷെ അവൻ കേൾക്കുന്നില്ല. അപ്പോഴേക്കാണ് ഇവരുടെ ആ ഒരു നായ ഉണ്ടല്ലോ അത് കുരയ്ക്കുന്ന ആ ഒരു ശബ്ദം കേട്ട് കേറ്റ് അവിടേക്ക് ഓടി വന്നിട്ട്, അല്ല നീ ആരാ, എന്താ ഇവിടെ ചെയ്യുന്നതെല്ലാം ചോദിക്കുമ്പോൾ അവൻ പറയും, നിങ്ങളുടെ മകള് എന്നോടൊരു കാര്യം ചെയ്തു, അതും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല, ഒന്നുകിൽ എനിക്കത് വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ പണം വേണമെന്ന് പറയുമ്പോൾ കേറ്റ് പറയും, ഇനിയിപ്പോ നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പോലീസിനെ വിളിക്കും, അതുകൊണ്ട് ഇവിടെ നിന്ന് പോകാനായിട്ട് പറയുമ്പോഴത്തേക്കും അവൻ ദേഷ്യപ്പെട്ട് റയാൻ എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ അവനെ വിളിച്ച് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അകത്തേക്ക് വന്ന ക്ലെയറിനോട് നമ്മുടെ കേറ്റ് ചോദിക്കും, അവൻ ആരാ, എന്താ ഇവിടെ സംഭവിക്കുന്നത് ചോദിക്കുമ്പോൾ ഇല്ല ഞാനൊരു ബാഗ് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് എടുത്തൊരു പാലത്തിന് മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു, അതിൽ പക്ഷേ മയക്കുമരുന്നായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ ഓ അപ്പൊ അങ്ങനെയാണല്ലേ എന്നും പറഞ്ഞ് കേറ്റ് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ വരുമ്പോൾ അവൾ അതിന് സംസാരിക്കാൻ തയ്യാറല്ല. അവൾ മിണ്ടാതെങ്കിൽ പോവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കേറ്റ് അവിടെ നിന്നും വെളിയിലേക്ക് പോയിട്ട് ഒരുപാട് പർച്ചേസ് എല്ലാം ചെയ്ത് അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ക്ലെയർ ഇപ്പോൾ റയാൻ എന്ന് പറഞ്ഞ ആ ഒരു പയ്യനുമായിട്ട് വെളിയിൽ നിൽക്കുന്നു. ഇതുകൂടി കാണുന്നതും കേറ്റ് കാറ് നല്ല വേഗതയിൽ സ്പീഡിനകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ക്ലെയർ
അമ്മ സോറി എന്നെല്ലാം പറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഇത്രയും സംഭവിച്ചിട്ടും അവള് വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്യുന്നതെന്ന് അറിയുമ്പോഴത്തേക്കാണ് കേറ്റിന് അത്രയും ദേഷ്യം വരുന്നത്. അങ്ങനെ അകത്തേക്ക് വന്ന കേറ്റ്, അവൻ ഇവിടെ വരുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് നിനക്കറിയാലോ, പിന്നെന്താന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞങ്ങൾ രണ്ടുപേരും ക്യാമ്പ് ചെയ്യാനായിട്ട് കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കും എന്നെല്ലാം പറയുമ്പോൾ കേറ്റ് പറയും ഓക്കെ ശരി, നിങ്ങൾ അങ്ങനെ ചെയ്തോന്ന് പറയുമ്പോൾ ക്ലെയർ പറയും ഇല്ലമ്മ എനിക്ക് കുറച്ച് പണം വേണം. ക്ലെയർ നീ മിണ്ടായിരിക്കേ, എന്റെ കയ്യിൽ പണമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് പണം അത്യാവശ്യമായിട്ട് വേണം. അപ്പോൾ കേറ്റ് പറയും ഇല്ലില്ല, എന്റെ കയ്യിൽ എന്തായാലും പണമില്ല, നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി തരത്തില്ല, കാരണം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ട് വന്നതേ ഉള്ളൂ ഇനി നിനക്ക് പണം തരത്തില്ലാന്ന്. ഇതുകൂടി ആകുമ്പോഴത്തേക്കും ക്ലെയറിന് അത്രയും ദേഷ്യം വന്നിട്ട് അവള് ദേഷ്യം പിടിക്കുമ്പോഴത്തേക്കും ക്ലെയർ പറയും അമ്മ എവിടേക്ക് പോകുന്നത് ചോദിക്കുമ്പോൾ കേറ്റ് നേരെ അവളുടെ റൂമിലേക്ക് പോയിട്ട് ഡോർ അങ്ങടയ്ക്കും. അപ്പോൾ ക്ലെയർ വെളിയിൽ വന്നിട്ട് വീണ്ടും ഡോറിൽ തട്ടി അമ്മ പ്ലീസ് എനിക്ക് പണം വേണമെന്നും പറഞ്ഞ് അവള് ബേളം വെക്കുമ്പോൾ തരത്തില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു ചെക്ക് വേണമെന്ന് പറയും. അതും കൊടുക്കാനായിട്ട് നമ്മുടെ കേറ്റ് തയ്യാറാവത്തില്ല. അപ്പോഴേക്കാണ് ക്ലെയർ അവളുടെ കാമുകനെ വിളിച്ചിട്ട് പറയുന്നത് റയാൻ നീ കൂപ്പറിനെ എടുക്ക്, അവനെ കൊണ്ട് നമുക്ക് പോവാന്ന് പറയും. കൂപ്പർ എന്ന് പറഞ്ഞാൽ ആ ഒരു നായ ഉണ്ടല്ലോ അതാണ്. എന്നിട്ട് ക്ലെയർ പറയുന്നത് എന്താ വെച്ചാൽ കൂപ്പറിനെ ഞാൻ ഇവിടെ നിന്ന് കുറെ ദൂരം കൊണ്ടുവന്നിട്ട് അവനെ എവിടെയെങ്കിലും ഉപേക്ഷിക്കും, അപ്പൊ അവൻ അലഞ്ഞു തിരിഞ്ഞ് ഒന്നും കഴിക്കാല്ലാതെ മരണപ്പെടും, അതാണ് നിങ്ങൾ കാണാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഇത് കേട്ട നമ്മുടെ കേറ്റിനെ സഹിക്കാൻ കഴിയുന്നില്ല. കാരണം കേറ്റിന് ആകെയുള്ളത് ആ ഒരു നായ പിന്നെ ഒരു കുതിരാള് ഇതൊക്കെയുള്ളൂ. മകളെന്ന് പറഞ്ഞിട്ട് ഒരുത്തിയുണ്ട്, അവളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കിപ്പോൾ അറിയാം. അങ്ങനെ ആ ഒരു നായനെ സംരക്ഷിക്കാൻ വേണ്ടി കേറ്റ് പെട്ടെന്ന് ഡോറും തുറന്ന് ആ ഒരു നായയെ പിടിച്ച് ഒരിടത്തിരിക്കുമ്പോഴത്തേക്കും ക്ലെയർ വന്നിട്ട് അവളുടെ അമ്മയാണെന്ന് പോലും നോക്കുന്നില്ല, പണത്തിന് വേണ്ടി കേറ്റിന്റെ തലയെല്ലാം പിടിച്ചിട്ട് ആ ഒരു ഡെസ്കിൽ ഇടിക്കുന്നുണ്ട്. അപ്പോൾ റിയാൻ എന്ന് പറഞ്ഞ ആ ഒരു കാമുകനാണ് വന്ന് അവളെ തടഞ്ഞിട്ട് ഓക്കെ നമുക്ക് പോവാന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരും അവിടെ നിന്ന് വെളിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ദിവസം കേറ്റ് ഇപ്പോഴും സാധാരണ രീതിയിൽ തന്നെ റൂമിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോൾ അവളുടെ സുഹൃത്തുണ്ട്, ഏറ്റവും അടുത്ത സുഹൃത്താണ്, അവരുടെ പേര് ജെസ്സി എന്നാണ്. ഇപ്പോൾ ജെസ്സി അവിടേക്ക് വന്ന് നമ്മുടെ കേറ്റുമായിട്ട് സംസാരിക്കാൻ തുടങ്ങും. ഇപ്പോൾ നമ്മുടെ കേറ്റിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ജെസ്സിയെ വിളിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത്, കാരണം അത്രയും നല്ല സുഹൃത്തുക്കളാണ് അവർ. അങ്ങനെ ഇപ്പോൾ നടന്ന നമ്മുടെ ക്ലെയറിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അവരോട് സംസാരിച്ച് അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം ജെസ്സി എന്തായാലും കേറ്റിനോടൊപ്പം തന്നെ അവിടെ നിൽക്കും. എന്നിട്ട് ഈ ഒരു ഫാമിലെ കാര്യങ്ങളെല്ലാം നോക്കി കുറച്ചുകൂടി നല്ല രീതിയിൽ സന്തോഷിപ്പിച്ചിട്ട് അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ ഇവർ ഡാൻസ് മദ്യപിക്കുക ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്ത് അന്നത്തെ ദിവസം നല്ലതുപോലെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ 1-2 ദിവസം വീണ്ടും കഴിഞ്ഞു പോയിട്ട് ഇപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് രാത്രിയിൽ നല്ല മഴ പെയ്യുന്നുണ്ട് വെളിയിൽ. അപ്പോഴേക്കാണ് ആ ഒരു നായ വെളിയിലേക്ക് നോക്കി കുരയ്ക്കുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ ക്ലെയർ ആണ് വീടിന് വെളിയിൽ വന്നിട്ടുള്ളത്. കേറ്റ് അങ്ങനെ വന്ന് ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്കും അവൾ അവിടെ നിൽക്കാണ്. അതുമല്ല നല്ലതുപോലെ പേടിച്ച് കരയുന്നുണ്ട്. അവളുടെ ഷർട്ടിലാണെങ്കിൽ രക്തം പറ്റിയിരിക്കുന്നു. അപ്പൊ കേറ്റ് പെട്ടെന്ന് ഹേയ് എന്തു പറ്റിയെന്ന് ചോദിച്ച് അവളെ അകത്തേക്ക് കൊണ്ടുവന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ കാര്യം പറയുന്നത് വേറെ ഒന്നുമല്ല, അവളുടെ കാമുകൻ റയാനുണ്ടല്ലോ, അവൻ ജാക്കി എന്ന് പറഞ്ഞ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ആ ഒരു ബാഗാണ് ഇവർ രണ്ടുപേരും വഴക്ക് കൂടിയപ്പോഴത്തേക്കും അവളുടെ അടുത്ത് എറിഞ്ഞത്. പക്ഷെ അതിനുള്ളിൽ ഡ്രഗ്സ് ആണെന്നുള്ള കാര്യം അവൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ വഴക്കിട്ടു. അങ്ങനെ ഞാൻ അവനെ തള്ളി, അവൻ വന്ന് വീണതോ ഒരു പാറയുടെ മുകളിലേക്ക് തല വന്നിടിച്ച് അവൻ മരണപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്കും കേറ്റ് പെട്ടെന്ന് പേടിക്കും. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട് അല്ല നീ ഒരു കാര്യം പോലീസിനോട് പറഞ്ഞു? ഇല്ല ഞാൻ പറഞ്ഞില്ല. എന്തുകൊണ്ട്? അബദ്ധത്തിൽ സംഭവിച്ചതല്ല, അതുകൊണ്ട് പറയാന്ന് പറയുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ക്ലെയർ അടുത്തൊരു കാര്യം പറയുന്നത് അവൾ തള്ളിയിട്ടതല്ല, അവൾ കല്ലുകൊണ്ട് അവളുടെ തലയിൽ അടിച്ചതാണെന്ന്. അങ്ങനെയാണ് അവൻ മരണപ്പെട്ടതെന്നും. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൾ പേടിച്ചിരിക്കുമ്പോൾ കേറ്റ് ചോദിക്കും ശരി റയാൻ ഇപ്പൊ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ വെളിയിലെ കാറിലുണ്ടെന്ന് പറയുന്നതും കേറ്റ് നേരെ ചെന്നിട്ട് ആ ഒരു ഡോർ തുറന്ന് നോക്കുമ്പോൾ അവന്റെ ശരീരം പൊതിഞ്ഞ് ആ ഒരു കാറിന്റെ പുറകിൽ വെച്ചേക്കുന്നു. ഇതുകൂടി കണ്ട് കേറ്റും ആകെ വിറച്ചുപോയി. കാരണം ഇങ്ങനെ ഒരു സംഭവം ഒരാളുടെ ജീവിതത്തിൽ നടക്കുമ്പോഴത്തേക്കും അറിയാലോ എങ്ങനെയാണെന്ന്. അങ്ങനെ കേറ്റ് നേരെ തിരിച്ച് റൂമിനകത്തേക്ക് വന്നിട്ട് ആകെ വിറച്ച് കാലിൽ എങ്ങനെ കിടന്ന് വിറയ്ക്കാണ്. എന്നിട്ട് ക്ലെയറിനോട് ചോദിക്കും ശരി നിങ്ങൾ രണ്ടുപേരും എവിടേക്ക് പോയിരുന്നു? ഞങ്ങൾ ക്യാമ്പ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു സ്ഥലത്ത് പോയി, അവിടെ 2 ദിവസം നിന്നു, അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം നടന്നതെന്നെല്ലാം പറയുമ്പോൾ ഓക്കെ അവിടെ പോകുമ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നു? ഇല്ല ഞങ്ങൾ പോയ സ്ഥലത്ത് അങ്ങനെ ആരും ഇല്ലായിരുന്നു. നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയത് ആരെങ്കിലും കണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആരും കണ്ടില്ല എന്നെല്ലാം പറയുന്നതും കേറ്റ് ചോദിക്കും അവന്റെ ഫോൺ നിന്റെ കയ്യിലുണ്ടോ? അതെ, ആ ഒരു ഫോൺ ഇങ്ങ് തരാൻ പറഞ്ഞ ആ ഒരു ഫോൺ വാങ്ങിയിട്ട് ഇപ്പൊ കേറ്റ് എന്താ ചെയ്യുന്നത് വെച്ചാലേ നേരെ വെളിയിലേക്ക് ഇവരുടെ ആ ഒരു ഫാമിനകത്തേക്ക് പോയിട്ട് ഒരു ബോട്ടുണ്ട്, ആ ഒരു ബോട്ട് എടുത്ത് വണ്ടിയുടെ പുറകിൽ വെച്ച് ഇവന്റെ ശരീരം എടുത്ത് ആ ഒരു വണ്ടിയിലാക്കിയിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ വണ്ടി ഓടിച്ചിട്ട് കുറെ ദൂരം ചെന്നതിന് ശേഷം റയാന്റെ ഫോൺ ഉണ്ടല്ലോ അതും എടുത്ത് നേരെ റോഡിലേക്ക് ഇറങ്ങി അവിടെയുള്ള ഒരു കല്ലെടുത്ത് ആ ഒരു ഫോൺ അങ്ങനെ ഇടിച്ചു പൊട്ടിച്ചിട്ട് അത് അടുത്തുള്ള ആ ഒരു കാട്ടിലേക്ക് വലിച്ചെറിയും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കേറ്റ് നേരെ പോകുന്നത് മാർഷ് ക്രീക്ക് ലേക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്തായിട്ട് വലിയൊരു ലേക്ക് ഉണ്ട്, അവിടേക്കാണ്. അങ്ങനെ അവിടേക്ക് വണ്ടി കൊണ്ട് നിർത്തി ആ ഒരു ബോട്ട് എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് അതിൽ അവന്റെ ബോഡിയും വെച്ചിട്ട് ഈ ഒരു ലേക്കിന് നടുവിലേക്ക് ഇങ്ങനെ തുഴഞ്ഞു പോവും. കാരണം അവന്റെ ആ ഒരു ശരീരത്തിൽ നല്ല വെയിറ്റുള്ള കല്ലുണ്ടല്ലോ അത് വെച്ച് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പുഴയിൽ കൊണ്ടുപോയി തള്ളാനുള്ള പ്ലാനാണ്. അങ്ങനെ ഈ ഒരു പുഴയുടെ നടുവിലേക്ക് എത്തിയതിനു ശേഷം അവന്റെ ശരീരം ആ ഒരു ബോട്ടിൽ നിന്ന് ഇങ്ങനെ മറിക്കും. പക്ഷെ ഈ ഒരു ബോട്ട് ചെറുതായതുകൊണ്ട് തന്നെ അവന്റെ ശരീരം മറിച്ചിടുമ്പോൾ ഈ ഒരു ബോട്ട് ഉൾപ്പെടെ അങ്ങ് മറിഞ്ഞു പോകും. നമ്മുടെ കേറ്റും വെള്ളത്തിലായിപ്പോയി. അങ്ങനെ അവള് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ശരീരം താഴേക്ക് ഇങ്ങനെ മുങ്ങി പോകുന്നുണ്ട്. അപ്പോൾ കാണിക്കുമ്പോൾ തന്നെ ഇവിടെ അടുത്തായിട്ട് ഈ ഒരു ഫയർ വർക്കെല്ലാം നടക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ലേക്കിന്റെ കരയിലായിട്ട് കുറെ ആളുകൾ നിൽക്കുന്നു. അപ്പൊ അവര് കാണാതെ നമ്മുടെ കേറ്റ് ആ ഒരു ബോട്ട് എങ്ങനെയും മറിച്ചിട്ട് അതും പിടിച്ച് നീന്തി നേരെ തിരിച്ച് വീട്ടിലേക്ക് വരും. അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് അവള് നല്ലതുപോലെ പേടിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും വലിയൊരു കാര്യം ചെയ്തു സ്വന്തം മകൾക്ക് വേണ്ടി.
പക്ഷെ ആ ഒരു മകൾ എങ്ങനെയാണെന്ന് നോക്കണം. അത്രയും പോക്കൃതരങ്ങൾ ചെയ്തിട്ടാണ് അവളെ സഹായിക്കുന്നതെന്നാണ്. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ദിവസം ക്ലെയർ ചോദിക്കുന്നുണ്ട്, അമ്മ അവൻ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അടുത്തുള്ള ആ ഒരു പുഴയിൽ ഞാൻ അവന്റെ ശരീരം കൊണ്ടിട്ടു. അതല്ലാതെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അതുപോലെ ഇനി പോലീസ് ഈ ഒരു കേസ് അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും നീ പറയേണ്ട ഒരേ ഒരു കാര്യം, റയാനും നീയും ഒരു ക്യാമ്പിങ്ങിനായിട്ട് പോയി. അവിടെ വെച്ച് നിങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കി. അത് കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും തിരിച്ച് ഈ ഒരു വീട്ടിലേക്ക് വന്നു. അപ്പോൾ അവൾ ചോദിക്കും, വീട്ടിലേക്ക് വന്നു? അത് പോലീസ് ചോദിക്കോ? അതെ, കാരണം അവന്റെ ഫോൺ നീ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അത് ട്രേസ് ചെയ്ത് അവരെന്തായാലും ചോദിക്കും. അപ്പോൾ നീ പറയേണ്ടത്, ഞങ്ങൾ വീട്ടിൽ വെച്ച് വഴക്കുണ്ടാക്കിയിട്ട് അവൻ ഇവിടെ നിന്ന് പോവായിരുന്നു ആ ഒരു ദേഷ്യത്തിൽ എന്ന് മാത്രമാണ്. അതല്ലാതെ വേറെ ഒന്നും പറയരുതെന്നും പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്ത് അവളുടെ രക്തം പറ്റിയ ആ ഒരു ഷർട്ട് ഉണ്ടല്ലോ അതെല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് ഇപ്പൊ അന്നത്തെ ദിവസം ഒരു വിധത്തിൽ കഴിഞ്ഞു. അടുത്ത ദിവസം തൊട്ട് ഇവർ സാധാരണ രീതിയിൽ തന്നെ ജീവിക്കാൻ തുടങ്ങാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് റൂമിനകത്തേക്ക് ക്ലെയർ പേടിച്ചിങ്ങനെ കയറി വരുന്നു. ഹേയ്, എന്തു പറ്റി? എന്താ നീ പേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ജാക്കി ഇല്ലേ, അവൻ ഇവിടേക്ക് വന്നു. അവനിപ്പോ പണം വേണോന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ എന്നെ കൊല്ലുമെന്നാണ് പറയുന്നത്. അതുമല്ല അവൻ റയാനെ തിരക്കുന്നുണ്ട്. എനിക്കാകെ പേടിയാവുന്നെല്ലാം പറയുമ്പോൾ കേറ്റ് ചോദിക്കും, അല്ല അവൻ എത്ര പണമാ കൊടുക്കണ്ടേ? $10,000. അതുപോലെ ക്ലെയർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അമ്മ ഞാൻ ഇന്നലെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഈ വെള്ളത്തിനടിയിലെ മുക്കിയ ശരീരം ഒരുപാട് ദിവസം കിടന്ന് അതിനുള്ളിൽ ബാക്ടീരിയ വന്നതിന് ശേഷം ആ ഒരു ശരീരം മുകളിലേക്ക് പൊങ്ങി വരും. അതുകൊണ്ട് എനിക്ക് പേടിയാവുന്നെല്ലാം പറയുമ്പോൾ ഇപ്പൊ കേറ്റിന് വേറെ വഴിയില്ല. അവളുടെ ഭർത്താവ് കൊടുത്ത ആ ഒരു ചെക്ക് ഉണ്ടല്ലോ അത് കൊണ്ടുവന്ന് ജാക്കി എന്ന് പറഞ്ഞ അവൻ ഈ മേഖലയിൽ പറഞ്ഞു വിട്ടാൽ മാത്രമേ ഇവർക്കിനി സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയില്ല. എന്നുണ്ടെങ്കിൽ ജാക്കി റയാനെ അന്വേഷിച്ച അവസാനം ഇത് വലിയൊരു പണിയാവും. അതുകൊണ്ട് ക്ലെയറിനെ അകത്ത് നിർത്തിയിട്ട് നമ്മുടെ കേറ്റ് ആ ഒരു ചെക്ക് കൊടുത്ത് നേരെ വെളിയിലേക്ക് വന്ന് ജാക്കിയായിട്ട് സംസാരിക്കാണ്. എന്തായാലും നിന്റെ പണം ഞാൻ തരാം എന്ന് പറഞ്ഞ് ആ ഒരു ചെക്കിൽ $10,000 അതിങ്ങനെ എഴുതി കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ ആ ഒരു ചെക്ക് വാങ്ങിയിട്ട് നമ്മുടെ ജാക്കി പറയുന്നുണ്ട്, ഇതുപോലെയുള്ള കുട്ടികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണല്ലേ, നിങ്ങൾ എങ്ങനെ സഹിക്കുന്നു എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. സത്യം തന്നെയാണ്, ഇതുപോലെ പറഞ്ഞാൽ കേൾക്കാതെ ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് അവസാനം സഹായം ചോദിച്ചു വരുമ്പോഴത്തേക്കും ഇങ്ങനെ സഹായിക്കരുത്. അതാണ് ഈ ഒരു പിള്ളേർക്ക് ഇത്രയും കുഴപ്പമുണ്ടാകുന്നത്. അങ്ങനെ സഹായിക്കുന്നത് കൊണ്ടാണ് യുവമാര് വീണ്ടും വീണ്ടും ഓരോ തെറ്റുകൾ ചെയ്തിട്ട് പേടിയില്ലാതെ ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ ആ ഒരു കാര്യം കൂടി ആവുന്നത് ക്ലെയറിന് ഇപ്പോൾ സമാധാനമായി. അങ്ങനെ കേറ്റ് തിരിച്ചു വരുമ്പോൾ അവളെ കെട്ടിപ്പിടിച്ചിട്ട് ടാങ്ക്സ് എല്ലാം പറഞ്ഞ് അത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ദിവസം വീണ്ടും സാധാരണ രീതിയിൽ തന്നെ നമ്മുടെ കേറ്റ് എഴുന്നേറ്റ് ക്ലെയറിനെ വിളിക്കാനായിട്ട് അവളുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവളെ ആ ഒരു റൂമിൽ കാണാനില്ല. ഷടാ ഇവളെവിടെ പോയെന്നും പറഞ്ഞ് ആ ഒരു വീട് മുഴുവനായിട്ട് അന്വേഷിക്കുന്നുണ്ട്, അവളെ കാണുന്നില്ല. ഇനിയിപ്പോൾ വീണ്ടും അവൾ പറയാതെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവോ എന്നുള്ള രീതിയിൽ അവൾ സാധാരണ തന്നെ അവളുടെ ഫാമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, എന്നിട്ടും പോയ ക്ലെയർ തിരിച്ചു വരുന്നില്ല. ഇപ്പൊ അവൾ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ആ ഒരു ടെൻഷനിൽ നല്ലതുപോലെ പേടിച്ച് ഓരോ ദിവസം കഴിഞ്ഞു കൂടുന്നു. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ കേറ്റ് എഴുന്നേറ്റിട്ട് അവളുടെ ആ ഒരു ടാബില് ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറഞ്ഞ ആ ഒരു ആപ്പ് ഉണ്ടല്ലോ അതിൽ ക്ലെയറിന്റെ ആ ഒരു ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് ക്ലെയർ ഇപ്പൊ എവിടെയാണെന്നുള്ള കാര്യം അവൾ അങ്ങനെ മനസ്സിലാക്കി. കേറ്റ് അടുത്ത ദിവസം തന്നെ വണ്ടി എടുത്ത് ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഇപ്പൊ അധിക ഗ്രാമത്തിൽ നിന്ന് സിറ്റിയിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ അവിടെ ചെന്ന് അവളുള്ള ആ ഒരു വീട് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഡോർ വഴി അകത്തേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ നമ്മുടെ ക്ലെയർ ഇരിക്കുന്നു. അവളാണെങ്കിൽ TV എല്ലാം കണ്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അതുപോലെ അവിടെ കിച്ചണിലാണെങ്കിൽ വേറെ ഒരുത്തൻ അവൻ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ അത് ആരാണെന്ന് അറിയാൻ വേണ്ടി ആ ഒരു വശത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആഹാ ഒടുക്കത്തെ ടെസ്റ്റ്. അത് വേറെ ആരുമല്ല, മരിച്ചുപോയെന്ന് പറഞ്ഞ റയാൻ നമ്മുടെ കേറ്റിനെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓടി അകത്തേക്ക് വന്നിട്ട് ക്ലെയറിനോട് ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ദേ നിന്റെ അമ്മ അവിടെ നിൽക്കുന്നു എന്നും പറഞ്ഞ് രണ്ടുപേരും ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി അവരുടെ കാറിലേക്ക് കയറുമ്പോഴത്തേക്കും കേറ്റ് പുറകെ വന്ന് ആ ഒരു ഡോറിൽ പിടിച്ചിട്ട് ക്ലെയർ വെളിയിലേക്ക് ഇറങ്ങി, എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അവൾ കേൾക്കുന്നില്ല. ഡോറും നമ്മുടെ കേറ്റ് വിടുന്നില്ല. ഇത് കാരണം റയാൻ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് കേറ്റിനെ പിടിച്ചൊരു ഒറ്റ തള്ളി താഴേക്കിട്ടിട്ട് ക്ലെയർ പോലും അത് ശ്രദ്ധിക്കുന്നില്ല. എന്നിട്ട് ഇവർ വണ്ടി എടുത്ത് പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നത് നമ്മുടെ കേറ്റിനെ അവരെ പിടിക്കാൻ കഴിഞ്ഞില്ല. സത്യം പറയാലോ, സ്വന്തം മകള് ഒരമ്മയോട് ഇതുപോലൊരു ചതി ചെയ്യുന്നു ഒരിക്കലും കേറ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല. അത് എന്തൊക്കെയാണ് ഇവർ പറഞ്ഞത്, എന്തൊരു അഭിനയമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കേറ്റ് നേരെ വീട്ടിലേക്ക് വന്ന് ആ ഒരു വിഷമത്തിലിങ്ങനെ ഇരിക്കുകയാണ്. അവൾ അത്രയും പോക്കൃത്തരം കാണിച്ചിട്ടും എന്നിട്ട് അവളെ സഹായിച്ചു. വീണ്ടും അവൾ ഇതുപോലെ ചതിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പക്ഷെ അവിടെ ഒരു സംശയം. അങ്ങനെ ക്ലെയറിന്റെ അക്കൗണ്ട് എടുത്ത് പരിശോധിച്ചിട്ട് അവള് റയാൻ അയച്ച ആ ഒരു മെസ്സേജ് അതിങ്ങനെ വായിച്ചു നോക്കുമ്പോഴത്തേക്കാണ് ഇവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അതിലൂടെ തന്നെ ജാക്കി എന്ന് പറഞ്ഞ അവന് പണവും കൊടുത്തു. ഇവരാരെയെ കൊന്നിട്ട് ആ ഒരു ശരീരവും മറയ്ക്കാൻ കഴിഞ്ഞു. ഇപ്പൊ അടുത്തൊരു സംശയം എന്താണെന്ന് വെച്ചാല് ഇവർ കൊന്ന ആ ഒരാള് അല്ലെങ്കിൽ കേറ്റ് ആ ഒരു വെള്ളത്തിൽ കൊണ്ട് മുക്കിയത് ആരെയാണ്, അത് നമ്മുടെ കേറ്റിനെ കണ്ടുപിടിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ അവൾ ഗൂഗിളിൽ ആ ഒരു ലേക്കിന്റെ ആഴം എത്രയാണെന്ന് സെർച്ച് ചെയ്തിട്ട് അടുത്ത ദിവസം ആ ഒരു ബോട്ട് എടുത്ത് ഈ ഒരു ലേക്കിലേക്ക് പോകും. പകൽ സമയത്ത് ആ ഒരു ലേക്കിലെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ അവൾ ആ ഒരു ലേക്കിലൂടെ ഒരുപാട് ദൂരം മുന്നിലോട്ട് പോയിട്ട് ആ ഒരു ബോഡി കൊണ്ട് താഴ്ത്തിയല്ലോ ആ ഒരു ഭാഗം ഏകദേശം ഇങ്ങനെ കണ്ടുപിടിച്ച് വെള്ളത്തിലേക്ക് ചാടി ആ ഒരു ശരീരം വെള്ളത്തിനടിയിലുണ്ടോ ഇല്ലെന്ന് ഇങ്ങനെ നോക്കാണ്. അങ്ങനെ ഒരുപാട് നേരം ആ ഒരു ഭാഗം മുഴുവനായിട്ട് സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ അവൾ മുകളിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഒരു കല്ലില് ഒരു പെയിന്റിങ് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗത്താണ് അവൾ എന്തായാലും സെർച്ച് ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ കുറെ നേരം സെർച്ച് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു പോലീസുകാരൻ വന്നിട്ട് ഏയ് ഈ നട്ടുച്ചയ്ക്ക് നിങ്ങളിവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ വെറുതെ നീന്താൻ വന്നതാണ് എന്നെല്ലാം ആദ്യം കേറ്റ് കള്ളം പറയും. പക്ഷെ അയാൾ ഇത് വിശ്വസിക്കുന്നില്ല. അപ്പോഴാണ് കേറ്റ് പറയുന്നത് ഇല്ല എൻ്റെ വിവാഹ മോതിരം ഇവിടെ പോയി
കണ്ടുപിടിക്കുക എന്നുള്ളത് മണ്ടത്തരമാണ്. എന്നിരുന്നാലും എനിക്കത് ഉപേക്ഷിക്കാൻ തോന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ കള്ളം പറയും. ഈ ഒരു പോലീസുകാരൻ പറയും, അതെ ശരി തന്നെയാണ്, എന്റെ വിവാഹമുദ്ര ഇതുപോലെ വെള്ളത്തിൽ പോയപ്പോൾ എന്റെ ഭാര്യ അന്ന് എന്നെ കൊന്നില്ല എന്നേ ഉള്ളൂ, എന്തായാലും നിങ്ങളത് കണ്ടുപിടിക്കുക എന്നെല്ലാം പറഞ്ഞ് ആ ഒരു പോലീസുകാരൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ വീണ്ടും കേറ്റി അവൾ ആ ഒരു തിരച്ചിൽ ഇപ്പോഴും നിർത്തുന്നില്ല. അങ്ങനെ അന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്ന് ആകെ വിഷമിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ കിടക്കാണ്. എന്നിട്ട് അവളുടെ സുഹൃത്തുള്ള ജെസ്സി എന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കുന്നു. അവരെ വിളിച്ച് നാളെ നീ ഇവിടേക്ക് വരണമെന്ന് പറയുമ്പോൾ അടുത്ത ദിവസം തന്നെ ജെസ്സി കേറ്റിനെ കാണാനായിട്ട് വന്ന്, നിനക്ക് എന്തായാലും നല്ല മൂടല്ലാന്ന് അറിയാം, അതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തിന്റെ വീടുണ്ട്, ഇവിടെ നിന്ന് കുറച്ചു ദൂരം പോകണം, നമുക്ക് അവിടേക്ക് പോകാമെന്നും പറഞ്ഞ് നമ്മുടെ കേറ്റിനെ വിളിച്ചിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ ചെന്ന് ആ ഒരു സുഹൃത്തുമായിട്ട് പരിചയപ്പെട്ട് അത് കഴിഞ്ഞ് രണ്ടുപേരും ആ ഒരു ദിവസം മുഴുവനായിട്ട് അവിടെ നിൽക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ വീണ്ടും കേറ്റ് ഓരോ കാര്യങ്ങളെല്ലാം മറന്ന് നല്ല ഹാപ്പി ആയിട്ട് അന്നത്തെ ദിവസം അവിടെ ചെലവഴിക്കുമ്പോഴത്തേക്കാണ് അവളുടെ വീടിന് മുന്നിൽ ആരോ വന്നു നിൽക്കുന്നത് പോലെ അത് അവൾക്ക് ഫോണിലറിയാം. കാരണം ആ ഒരു സെക്യൂരിറ്റി ക്യാമറ ഉണ്ടല്ലോ, അതുവഴി അവൾക്ക് കാണാൻ കഴിയും. വന്നു നിൽക്കുന്നത് വേറെ ആരുമല്ല, ജാക്കി എന്ന് പറഞ്ഞിട്ട് ആ ഒരുതൻ. അപ്പൊ കേറ്റ് ചോദിക്കും, അല്ല നിനക്കെന്താ വേണ്ടേ, നിന്റെ പണമില്ല തന്നല്ലേ ചോദിക്കുമ്പോൾ, ഇല്ല വേറെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്, നിങ്ങൾ ഇന്ന് ഇവിടെ വരണമെന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ ഇന്ന് എന്തായാലും ഇവിടെ വരത്തില്ല, ഞാൻ കുറച്ച് ദൂരെയാണ്, നാളെ വരാൻ കഴിയത്തുള്ളൂ. അല്ല എന്തിനെ പറ്റിയാ സംസാരിക്കേണ്ടത് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, നിങ്ങൾ ഒരാളുടെ ശരീരം വെള്ളത്തിലേക്ക് കൊണ്ട് മുക്കിയില്ലേ, അതിനെ പറ്റി തന്നെ എന്ന് പറയുന്നതും കേറ്റ് ആകെ പേടിച്ചു പോയി. കാരണം ഈ ഒരു കാര്യം വേറെ ആർക്കും അറിയത്തില്ല എന്ന് വിചാരിക്കുമ്പോൾ ദേ ഇവൻ ഇപ്പോൾ അറിയാം അടുത്തൊരു പ്രശ്നമായിട്ട് വന്നേക്കാണ്. അങ്ങനെ അന്നത്തെ ആ ഒരു സമാധാനം പോയിട്ട് അടുത്ത ദിവസം കേറ്റി നേരെ വീട്ടിലേക്ക് വരുമ്പോൾ ജാക്കി അവിടെ തന്നെയുണ്ട്. അങ്ങനെ അവനോടൊപ്പം റൂമിലേക്ക് വന്നിരുന്ന് എന്താണ് കാര്യം സംസാരിക്കുമ്പോഴത്തേക്കാണ് ജാക്കിക്ക് ഇവർ ഇതുപോലെ ഒരു ശരീരം വെള്ളത്തിൽ കൊണ്ട് മുക്കിയ കാര്യം അറിയാം, പക്ഷെ അത് ആരാണെന്ന് അവൻ അറിയത്തില്ല. ഇവൻ എങ്ങനെ ആ ഒരു കാര്യം മനസ്സിലാക്കിയതാണ്, എന്നിട്ട് ഇവൻ ഇവിടേക്ക് വന്നിരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്നറിയോ, നമ്മുടെ കേറ്റിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി. അവനിപ്പോ കേറ്റിനോട് പറയുന്ന കാര്യം, സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മകളല്ല എനിക്ക് പണം തരേണ്ടത്, അവളുടെ കാമുകനാണ്, അവളുടെ കാമുകന് വേണ്ടിയിട്ടാണ് അവള് ഇത്രയും നാടകം കളിച്ച് നിങ്ങളെ കൊണ്ട് ആ ഒരു പണം എനിക്ക് തന്നത്. അതേപോലെ തന്നെ അവർ മറ്റൊരു തെറ്റും കൂടി ചെയ്തു, ഒരാളെ കൊന്നു. ആ ഒരു കാര്യവും ഇതിലൂടെ തന്നെ തീർക്കാൻ വേണ്ടി അത് നിങ്ങളെ കൊണ്ട് തന്നെ മറയിക്കുകയും ചെയ്തു. ഓക്കെ അതെന്തായാലും ആവട്ടെ, ഇപ്പൊ എനിക്ക് വേണ്ടത് എന്താണെന്നറിയോ, ഈ ഒരു കാര്യം ഞാൻ പോലീസിനോട് പറയണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി പണം വേണം. ആ ഒരു പണം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഈ ഒരു രാജ്യം വിട്ട് പോവും. അത് നിങ്ങൾ ഒപ്പിച്ചേർന്നു പറയുമ്പോൾ കേറ്റ് പറയും, എന്റെ കയ്യിൽ പണമൊന്നുമില്ല, ഞാൻ എവിടെ എടുത്തു തരാനാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, എനിക്കറിയാം നിങ്ങളുടെ കയ്യിൽ ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ട്, അതേപോലെ തന്നെ ഈ ഒരു ഫാം, കുതിരകള്, ഇതെല്ലാം വെച്ചിട്ട് ഒരുപാട് പണം കിട്ടും, അതുകൊണ്ട് ഒരു 2 ദിവസത്തിനുള്ളിൽ എനിക്കത് റെഡിയാക്കി തരണമെന്ന് പറയുമ്പോൾ ഇപ്പൊ കേറ്റിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഇവനത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ശരീരം കൊണ്ട് മുക്കിയ കാര്യം ഇവൻ പോലീസിനോട് പറയും. അതിലൂടെ കേറ്റിനെയും അതേപോലെ തന്നെ ക്ലെയറിനെ റേയാനെയും പോലീസ് അറസ്റ്റ് ചെയ്യും. അപ്പൊ ഇതെല്ലാം കേട്ട കേറ്റിയാണെങ്കിലേ എന്തായാലും എനിക്ക് തരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് പോവാനായിട്ട് വരുമ്പോൾ അവൻ അങ്ങനെ അവരെ പിടിച്ചു വെച്ചിട്ട് അവന്റെ കയ്യിൽ ഈ ഡ്രഗ് ഉണ്ട്, അതൊരു സിറിഞ്ചിലാക്കി നമ്മുടെ കേറ്റിയെ താഴെക്കെടുത്ത് അവളുടെ കഴുത്തിലേക്ക് കുത്തിയിറക്കുന്നത്. ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ തന്നെ കേറ്റിയുടെ ബോധം പോയി. അവൾക്ക് ആകെ കിളി പറഞ്ഞ രീതിയിൽ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് അവസാനം അവൾ കണ്ണു തുറക്കുമ്പോൾ അവൻ ഇപ്പോഴും ആ ഒരു വീട്ടിൽ തന്നെയാണ്. എന്നിട്ട് പറയും, ഓക്കെ പെട്ടെന്ന് എഴുന്നേൽക്ക്, എന്നിട്ട് ഈ ഒരു പണം ഒപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും, ഞാൻ 2 ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും, എനിക്കൊരു റൂം വേണമെന്ന് പറയുമ്പോൾ ആ ഒരു കുതിര ഫാം ഉണ്ടല്ലോ അതിന് മുകളിലായിട്ട് ഒരു റൂമുണ്ട്, അവിടെ ഇവനെ നിർത്തും. ഇപ്പോൾ മറ്റുള്ളവരെ അറിയാതിരിക്കാൻ വേണ്ടി ഇവൻ ഇവിടെ ജോലി ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ജാക്കി അവിടെ നിൽക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കേറ്റ് നേരെ അവളുടെ ആ ഒരു ടാബ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പൊ ക്ലെയർ മെസ്സേജ് അയച്ചിരിക്കുന്നു, സോറി അമ്മ എന്നും പറഞ്ഞ്. ആർക്ക് വേണം ഇവളുടെ സോറി, ഇനി എന്നെ പറ്റി എന്തായാലും മറന്നേക്ക്, അതേപോലെ തന്നെ ഞങ്ങൾ കൊന്നത് ദേ ഈ ഒരു പയ്യനാണെന്നും പറഞ്ഞ് ഗ്രീക്ക് കിമൻസ്കി എന്നൊരു പേരാണ് അവൾ ടൈപ്പ് ചെയ്ത് അയക്കുന്നത്. അപ്പൊ ഇതാരാണെന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പയ്യന്റെ ഫോട്ടോ നമ്മുടെ കേറ്റിക്ക് കിട്ടുന്നത്. അപ്പൊ ആ ഒരു പയ്യനാണ് അവർ രണ്ടുപേരും കൊന്നിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നത് നമ്മുടെ കേറ്റി ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അവളുടെ സുഹൃത്തായിട്ടുള്ള ജെസ്സി ഉണ്ടല്ലോ അവരെ വിളിക്കും. പക്ഷെ അവരോട് ഈ ഒരു കാര്യങ്ങളൊന്നും പറയത്തില്ല. വേറെ കുറെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് അത് കഴിഞ്ഞ് ഇപ്പൊ കേറ്റി നേരെ ജാക്കിയുടെ മുന്നിലേക്ക് വരാണ്. എന്നിട്ടാണ് അവനോട് പറയുന്നത്, ഇതുപോലെ എന്റെ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ വിൽക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷേ അതിപ്പോ പെട്ടെന്ന് വിൽക്കാനായിട്ട് കഴിയത്തില്ല, അത് വിറ്റ് കിട്ടുമ്പോഴത്തേക്കും ഏകദേശം ഒരാഴ്ച ഇല്ലെങ്കിൽ 1 മാസം എടുക്കും, ഒന്നുകിൽ ഞാൻ അത് പതിയെ കുറച്ച് പണമായിട്ട് നിനക്ക് അയച്ചു തരാം, അല്ലാന്നുണ്ടെങ്കിൽ നീ അത്രയും കാലം വെയിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അതെന്തായാലും അവനെ കൊണ്ട് കഴിയത്തില്ല. അപ്പോൾ ജാക്കി പറയും, ശരി നിങ്ങളുടെ കുതിരയ്ക്ക് ഇൻഷുറൻസ് ഉണ്ടോ? അതേയുണ്ട്. 2 കുതിരയ്ക്കും കൂടി എത്ര ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ അത്യാവശ്യം നല്ല പണം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കുതിര ഫാമും ആ ഒരു കുതിരകളെയും കൊല്ലാന്നിങ്ങനെ പറയും. കാരണം ഒരു തീപിടുത്തത്തിൽ ഇത് നശിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഇവർക്ക് ഇൻഷുറൻസ് പണം കിട്ടും. അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കേറ്റിക്ക് അത് സമ്മതിക്കാൻ കഴിയത്തില്ല. കാരണം അവളുടെ ജീവന മാർഗമാണ്, അതെങ്ങനെ ഇല്ലാണ്ടാക്കാൻ കഴിയും, പക്ഷെ വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും കേറ്റി ആ ഒരു കാര്യം ചെയ്യാനായിട്ട് തീരുമാനിക്കും. അപ്പോൾ ജാക്കി പറയുന്നുണ്ട്, ഓക്കെ എന്തായാലും ഞാൻ ഈ ഒരു കാര്യം ചെയ്തില്ല, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാനത് ചെയ്യാം, അല്ലാതെ ഞാൻ ഈ ഒരു പരിസരത്തെ ഉണ്ടാകത്തില്ല എന്നും പറഞ്ഞ് അടുത്ത ദിവസം തന്നെ നമ്മുടെ കേറ്റ് ഇതിനകത്തേക്ക് ഒരുപാട് വൈക്കോലുകളുണ്ടല്ലോ അതിങ്ങനെ കൊണ്ട് നിറയ്ക്കുന്നുണ്ട്. കാരണം ഇത് ആ ഒരു രീതിയിൽ കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ ജാക്കിയോട് ഷോപ്പിൽ നിന്ന് വേറെ എന്തോ ഒരു കാര്യം വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു, ഒരു ഫ്ലെയർ ലൈറ്റോ എന്താണ് അത് അവൻ വാങ്ങിക്കൊണ്ട് വന്ന് അവസാനമായിട്ട് തന്റെ കുതിരകളെയും അവൾ നോക്കുന്നുണ്ട്. കാരണം ഇത്രയും നാള് അവൾക്ക് ജീവിക്കാനായിട്ടുള്ളൊരു മാർഗം ഈ ഒരു കുതിരകളിലൂടെയാണ് കിട്ടിയിരുന്നത്. അങ്ങനെ ആ ഒരു കുതിരകളെ നോക്കി അവസാനം അവൾ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ഫ്ലെയർ ലൈറ്റ് ഉണ്ടല്ലോ അത് കത്തിച്ചു വെച്ചിട്ട്
അവള് വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ഫാം മുഴുവനായിട്ട് കത്തി നശിക്കുകയാണ്. അതിനുള്ളിൽ ആ ഒരു കുതിരകളും അതിനകത്ത് വെച്ച് തന്നെ കത്തി നശിച്ചു. അങ്ങനെ അടുത്ത ദിവസം ഇൻഷുറൻസ് തുകയുടെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഒരു ഓഫീസർ നമ്മുടെ ഹീറോയിനോട് വന്ന് സംസാരിക്കും. ഞങ്ങൾ ഇന്നലെ പരിശോധിച്ചിരുന്നു, പക്ഷെ പരിശോധിച്ചപ്പോൾ അത് മനഃപൂർവ്വം ആരോ കത്തിച്ചതുപോലെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അത് നിങ്ങളാണോ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ഞാൻ തന്നെ ഇത് ചെയ്തതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം ഞാനിവിടെ ഇല്ലായിരുന്നു, നിങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാനും അറിഞ്ഞത് ഇവിടേക്ക് വന്നത്. അപ്പൊ ആ ഒരു ഓഫീസർ പറയും, പക്ഷെ അതല്ല പ്രശ്നം മറ്റൊന്നാണ്. ആ ഒരു ഫാമിനകത്ത് മറ്റൊരാളുടെ ശരീരവും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നതും അടുത്ത ഒരു ടെസ്റ്റ് ഇത് ആരുടെ ശരീരമാണെന്ന് നമ്മുടെ കേറ്റും അറിയത്തില്ല. അപ്പോൾ രണ്ടുപേരും വെളിയിലേക്ക് വന്നിട്ട് ഇത് ആരുടെ ശരീരമാണെന്ന് കണ്ടുപിടിച്ചോന്ന് ചോദിക്കുമ്പോൾ ഇല്ല, DNA ടെസ്റ്റ് നടത്താൻ പോകുന്നേ ഉള്ളൂ. അല്ല, ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? അപ്പോൾ അവൾ പറയും, ജാക്കി എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. അവൻ എന്തുകൊണ്ട് ഇവിടെ വന്നേ? അവൻ ഇവിടെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് വന്നതാണ്, എന്റെ മകളുടെ സുഹൃത്താണ്. അവനൊരു ജോലി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഞാൻ നിർത്തി. ആ ഒരു ഫാമിന് മുകളിലാണ് അവന് താമസിച്ചത്. ഇനി അവന്റെ ശരീരമാണെന്ന് ചോദിക്കുമ്പോൾ മരിച്ചത് എന്തായാലും അവനല്ല. അപ്പൊ നമ്മുടെ കേറ്റിന് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് കേറ്റിനോട് പറയും, എന്തായാലും അത് ജാക്കി എന്ന് പറഞ്ഞ അവനല്ല, അവൻ എന്തായാലും ജീവനോടെ തന്നെയുണ്ട്. പക്ഷെ അവനോട് ഞങ്ങൾ നിന്നെപ്പറ്റി ചോദിച്ചപ്പോൾ നീ ആരാണെന്ന് പോലും അവൻ അറിയത്തില്ല എന്നാണ് അവൻ പറയുന്നത്. അതുമല്ല, അവൻ ആ ഒരു ഫാമിലി ജോലിക്കായിട്ട് നിന്നിട്ടില്ല എന്ന് അവൻ പറയുന്നുണ്ട്. അപ്പൊ കേറ്റി പറയും, അവൻ കള്ളം പറയുന്നതായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു പോലീസുകാരൻ നേരെ ജാക്കിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, ജാക്കി, നിങ്ങൾ അവരുടെ ഫാമിലി ജോലി ചെയ്തിട്ടില്ലേ? ഇല്ല, എനിക്ക് ആ ഒരു സ്ത്രീ ആരാണെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ഓഫീസർ പറയും, പക്ഷേ നീ അവിടെ ജോലി ചെയ്തായിട്ടുള്ള തെളിവുകളുണ്ടല്ലോ, നിനക്ക് അവർ പണം അയച്ചിട്ടുള്ള ആ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അവർ ഞങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞിട്ട് ഇവന് പണം കൊടുത്ത ആ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് ഇവൻ ജോലിക്ക് നിന്ന് അവന് പണം കൊടുത്തതാണെന്നുള്ള രീതിയിൽ നമ്മുടെ കേറ്റി അവർക്ക് ഇതിനെ കൊടുക്കും. ഇതുകൂടി ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ ജാക്കിക്ക് കാര്യമെല്ലാം മനസ്സിലായിട്ട് അവൻ പറയും, ഓക്കെ സാർ, നടന്ന കാര്യം എന്താണെന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം, എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ക്ലെയറിന്റെയും റയാന്റെയും കാര്യം, അതേപോലെ തന്നെ കേറ്റി ഇതിലെങ്ങനെ ബന്ധപ്പെട്ടു, ആ ഒരു ശരീരം എങ്ങനെ അതിനുള്ളിൽ വന്നു എന്നുള്ള എല്ലാ സത്യങ്ങളും ജാക്കി ഇങ്ങനെ പറയും. അപ്പോഴാണ് മറ്റൊരു കാര്യം, ഇതിനകത്ത് കത്തിപ്പിടിച്ച ഒരു ശരീരം ഇവർക്ക് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, ആ ഒരു ശരീരം നമ്മുടെ ക്ലെയർ വെള്ളത്തിൽ കൊണ്ട് മുക്കിയ ഗ്രീക്ക് കിമൻസ്കി എന്ന് പറഞ്ഞിട്ട് ആ ഒരു പയ്യന്റെ ശരീരമാണ്. കാരണം ഇവർ ഈ ഒരു ഫാം കത്തിക്കുന്നതിന് മുന്നേ തന്നെ ജെസ്സി എന്ന് പറഞ്ഞ ആ ഒരു സുഹൃത്തിനോട് കേറ്റി നേരത്തെ തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു എല്ലാ കാര്യങ്ങളും. അതനുസരിച്ച് ഇവർ രണ്ടുപേരും ആ ഒരു ലേക്കിലേക്ക് പോയിട്ട് അവന്റെ ശരീരം ആ ഒരു വെള്ളത്തിനടിയിൽ നിന്നും മുകളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഈ ഒരു ഫാം കത്തിക്കുന്നതിന് മുന്നേ ജെസ്സി ആ ഒരു ശരീരം ഈ ഒരു ഫാമിന്റെ പുറകിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചിരുന്നു. എന്നിട്ട് ഇത് കത്തിച്ചതിന് ശേഷം രണ്ടുപേരും ആ ഒരു ശരീരം ഫാമിനുള്ളിലേക്ക് തള്ളിവിടുമായിരുന്നു. അങ്ങനെയാണ് അവർ ആ ഒരു ശരീരം അവിടെ വെച്ച് നശിപ്പിക്കുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ കാണിച്ചു തന്നിട്ട് അവസാനം സാർ ഇതാണ് സംഭവിച്ചത്, അവരാണ് ആ ഒരു ഫാമിന് തീയിട്ടതെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. ആ ഒരു പോലീസുകാരൻ പറയും, പക്ഷേ അത് അവരല്ല ചെയ്തത്, നീയാണ്. കാരണം നീയാണ് ഷോപ്പിൽ നിന്ന് ആ ഒരു ഫ്ലെയർ ലൈറ്റ് വാങ്ങിക്കൊണ്ട് വന്നത്. അതും കൂടാതെ അവരെല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറ്റം മുഴുവനും നേരെ തിരിച്ച് ജാക്കിയുടെ മുകളിൽ കൊണ്ടിടും. അതുകൊണ്ട് ജാക്കിയാണ് ചെയ്തതെന്നാണ് പോലീസുകാർ ഇപ്പോൾ വിശ്വസിക്കുന്നത്. കാരണം അവൻ ആ ഒരു ഫ്ലെയർ ലൈറ്റും വാങ്ങിയിട്ടുണ്ട്, ഇവിടെ ജോലിക്കായിട്ട് പോയിട്ടുമുണ്ട്. അതുമല്ല, കിമൻസ്കി എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ ഡ്രഗ് എല്ലാം ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു പയ്യനായിരുന്നു. അവൻ നീയുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ അവനെ ആ ഒരു ഫാമിലേക്ക് വിളിച്ചു വരുത്തി അവനെ ഇല്ലാതാക്കാൻ വേണ്ടി നീയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരൻ പറയുന്നതും ജാക്കിക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൻ ആകെ അലറി വിളിച്ച് ശബ്ദം ഉണ്ടാക്കുമ്പോൾ പോലീസുകാരെല്ലാം കൂടി ചേർന്ന് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. അങ്ങനെ ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ കേറ്റി എങ്ങനെയെങ്കിലും ഈ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. കിമൻസ്കി എന്ന് പറഞ്ഞ ആ ഒരു പയ്യന്റെ കാര്യത്തിലും ഒരു ഏർപ്പാടുണ്ടാക്കി. അതേപോലെ തന്നെ ജാക്കിയും ഇനി പുറലോകം കാണത്തില്ല. അങ്ങനെ അവള് നേരെ തിരിച്ച് തന്റെ ഫാമിലേക്ക് തന്നെ വന്നിട്ട് നോക്കുമ്പോൾ അവളുടെ കുതിരയെല്ലാം മരിച്ചു കിടപ്പുണ്ട്. പക്ഷെ ഇതോടെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അവളുടെ ഫാം വീണ്ടും അവൾ ഒന്നുകൂടി നല്ലതുപോലെ നിർമ്മിച്ചിട്ട് ഇപ്പൊ വീണ്ടും ഒന്നേന്ന് പറഞ്ഞൊരു ജീവിതം ജീവിക്കാൻ പോവാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവളുടെ മകള് ക്ലെയർ ഉണ്ടല്ലോ, ആ ഒരു വടുവത്തി ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അവൾ വീണ്ടും മെസ്സേജ് അയക്കുന്നു, അമ്മ എന്നോട് എപ്പോഴെങ്കിലും ഒന്ന് ക്ഷമിക്കാവോ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ ഒരു മറുപടി പോലും കൊടുക്കുന്നില്ല. ആ ഒരു ഫോൺ എടുത്തങ്ങ് വെക്കുകയാണ്. കാരണം ഇവൾക്കൊന്നും മറുപടി കൊടുക്കേണ്ട ഒരാവശ്യമില്ല. ഇതുപോലെ തന്നെ ചെയ്യണം, മക്കളാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷെ ഈ ഒരു മൂവിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ കേറ്റ് അവളുടെ സാധാരണ ജീവിതം തന്നെ ജീവിച്ചു പോവാണ്. ആ ഒരു ഫാം കാര്യങ്ങള്, പുതിയ കുതിര, ഇങ്ങനെയെല്ലാം. അപ്പോഴാണ് ഒരു ദിവസം അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. അവളുടെ സുഹൃത്ത് ജെസ്സിയാണ് വിളിക്കുന്നത്. എന്നിട്ട് നിന്റെ മകൾക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ക്ലെയർ ഇപ്പോൾ കേറ്റിയോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കേറ്റി ആ ഒരു കാര്യം കേട്ടതിന് ശേഷം ഇപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കാണ് അവരുടെ നായ ഇങ്ങനെ കിടക്കുന്നു. എന്നിട്ട് വെളിയിൽ ആരോ വരുന്നത് കണ്ട് ആ ഒരു നായ കുരയ്ക്കുന്നതും ഈ ഒരു മൂവിയുടെ അവസാനിക്കാണ്. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.